നമ്മളിപ്പോൾ എത്തി മദ്രാസ് ഡൈനർ. അതെ, ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് മിക്കപ്പോഴും റിലാക്സ് ചെയ്ത് വന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ഥലം. സോ നമുക്കകത്ത് പോവാം. പ്ലേസിലെ പറഞ്ഞത്. അതെ, ഇവിടെയാണ് ഡൈനർ. ഇവിടെയാണ് ലഞ്ചും ഡിന്നറുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രണ്ട്സിനോട് എപ്പോഴും അധികം ഇവിടെയാണ് ഉണ്ടാവാറ്? അധികം എന്നില്ല, ഞാൻ വല്ലപ്പോഴും വരാറുള്ളൂ. വരുമ്പോഴെല്ലാം പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെയാണ്. അകത്തുമുണ്ട് റെസ്റ്റോറൻറ്റ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ലൈവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഈ ബാക്ക് ഗാർഡൻ ഫീലൊക്കെ ഉള്ള ഒരിത്, പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. ഫുഡൊക്കെ ഇനി എന്താ ശരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ നല്ല ഫുഡി ടൈപ്പാണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് കാലത്ത് പറഞ്ഞ പോലെ ഒരു മൂവിയുടെ പ്രിപ്പറേഷനിലാണ്. ക്യാരക്ടറിന് വേണ്ടിയിട്ട് 10 to 12 kgs ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡയറ്റിലാണ്. പനീർ ഈസ് വൺ ഓഫ് ദ ഫേവറേറ്റ് തിങ്. ആക്ച്വലി ഒരു മീലിന് നമുക്ക് ശരിക്കും റൈസിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതിലെല്ലാം പ്രോട്ടീൻസ്, മിനറൽസ് എല്ലാം ഉണ്ട്. വീട്ടിലേക്ക് ശരിക്കും എങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം? വീട്ടിൽ പോകുമ്പോൾ അമ്മേൻ്റെ അടുത്ത് ഇന്ന ഫുഡ് ഉണ്ടാക്കി തരണം അങ്ങനെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വീട്ടിലെന്താണോ ഉണ്ടാക്കി വെക്കുന്നത് അത് കഴിക്കും. പിന്നെ വാശിയൊന്നുമില്ല. ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കില്ല എന്നുണ്ടെങ്കിലും ഞാൻ തന്നെ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കും. ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും പോകാറില്ല. പിന്നെ മമ്മിക്ക് ഇപ്പോൾ ഈ ഇടയ്ക്കിടെ കുറച്ച് വയ്യായ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു മുട്ടിന് പ്രോബ്ലം വന്നു. അപ്പോൾ സർജറിയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അധികം നേരം അടുക്കളയിൽ നിന്ന് പണി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളൊക്കെ പോയി നിന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ അവിയലും സാമ്പാറും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോദിച്ച് ഉണ്ടാക്കാറുണ്ട്. അതായത് ഇതെന്താണ് കറിക്കൂട്ട്, ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് പഠിക്കാറുണ്ട്. അങ്ങനെയാണ് കുക്കിംഗ് പഠിച്ചതൊക്കെ. എങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടം? എനിക്ക് ട്രഡീഷണൽ ഫുഡാണ് ഉണ്ടാക്കാൻ ഇഷ്ടം. ഇപ്പോൾ ഷൂട്ടിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അസിസ്റ്റൻ്റ് ഉണ്ടാവും. പുള്ളിക്കാരി നമ്മുടെ ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ, പിന്നെ നമ്മൾ മുളപ്പിച്ച പയറൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ട് ലൈറ്റായിട്ട് വിനീഗറും ഒലിവ് ഓയിലും സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ടിട്ട് ഫുൾ ബൗൾ അത് കഴിക്കുമ്പോൾ തന്നെ സ്റ്റൊമക്ക് ഫീലിംഗ് ആവും. പിന്നെ ഒരു ജ്യൂസ് ഇതേപോലെ, ഒന്നിൽ ആപ്പിൾ ബീറ്റ്റൂട്ട് ക്യാരറ്റ് മിക്സ് വെജിറ്റബിൾ ജ്യൂസ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് മാത്രം, ഏതെങ്കിലും ഒരു വെജീസ് ജ്യൂസ് എന്തെങ്കിലും. അത് നമ്മൾ തന്നെ, ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, പച്ചക്കറിയൊക്കെ നമ്മൾ വാങ്ങിക്കണം. ഷൂട്ടിംഗ് സെറ്റിലൊന്നും ചോദിക്കാനോ പ്രൊഡക്ഷനിൽ പോയിട്ട് അത് വാങ്ങിത്തരൂ ഇത് വാങ്ങിത്തരൂ അങ്ങനെ പറയുന്നു. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ പറയും. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസമേ മേടിച്ച് റൂമിലുള്ള ഫ്രിഡ്ജിൽ മേടിച്ച് വെക്കും രാവിലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ. എന്നിട്ട് രാവിലെ അതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം റെഡിയാക്കി കൊണ്ട് എന്നിട്ട് ഷൂട്ടിംഗ് സ്പോട്ടിൽ ക്യാരവാൻ ഉണ്ടെങ്കിൽ ക്യാരവാനകത്ത്, വീടാണെങ്കിൽ വീട്ടിനകത്ത്, ഷൂട്ടിംഗ് സ്ഥലത്ത് എവിടെയാണോ അവിടെ വെച്ച് പ്രിപ്പയർ ചെയ്ത് കഴിയും. എന്നിട്ട് എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു മിനി പ്രൊഡക്ഷൻ സെറ്റപ്പ് ഉണ്ടാവും. ഒരു ഇലക്ട്രിക് സ്റ്റൗ, എവിടെന്നെങ്കിലും കറണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബാറ്ററി ഇടതുകൊണ്ട്, പിന്നെ ഒരു പാൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനും, പിന്നെ ഒരു ചെറിയ മിനി കുക്കർ ഉണ്ട്, അതിൽ ഓട്സ് ഒക്കെ കുക്ക് ചെയ്യാം, കഞ്ഞി വെക്കാം, ചോറ് വെക്കാം, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ട്രാവൽ പാക്കേജ് ആയിട്ട് എൻ്റെ പ്രൊഡക്ഷൻ ബാഗിൽ എല്ലാം ഉണ്ടാവും. എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ പറയും ഇന്ന് വേണ്ട, ഇന്ന് ഞാൻ പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാം. കാരണം കുറേ വെറൈറ്റി കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് കുക്ക് ചെയ്യണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ട്രാവലിങ്ങിലും ഷൂട്ടിങ്ങും ഉള്ള സമയത്ത്.